2017 വിജയുടെ മെർസൽ പുറത്തിറങ്ങുന്നത്. ഹിറ്റ് സിനിമ തെരിക്ക് ശേഷം വിജയ് അറ്റ്ലി കോംബോയുടെ ഒരു തട്ടുപൊളിപ്പൻ കൊമേഴ്ഷ്യൽ ചിത്രം. കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തന്നെ ബിഗ്ഗസ്റ്റ് സ്റ്റാറുകളിൽ ഒരാളെ കൊണ്ട്, തൻ്റെ നായകനെ കൊണ്ട് ആ 31 വയസ്സുകാരൻ സംവിധായകൻ ചിലതൊക്കെ പറഞ്ഞു വെച്ചു. കേന്ദ്രം കൊണ്ടുവന്ന GSTക്കെതിരെ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ഓക്സിജൻ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവിനെതിരെ, രാജ്യത്തെ മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ. അന്ന് ക്ലൈമാക്സിലെ 3 മിനിറ്റ് സീനിൽ വിജയ് പറഞ്ഞ ആ വാക്കുകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ തന്നെ ചൂടുള്ള ചർച്ചാ വിഷയമായി. സംഘ് ഹാൻഡിലുകൾ വിജയിയെയും സംവിധായകൻ അറ്റ്ലിയെയും സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെയും മാറി മാറി ആക്രമിച്ചു. മെർസലിനെതിരെ ബഹിഷ്കരണാഹ്വാനവും സിനിമ വിലക്കണമെന്നും വരെയായി അവരുടെ ആവശ്യങ്ങൾ. പക്ഷേ അവയെല്ലാം വായുവിൽ നിന്നതല്ലാതെ സിനിമയെ തെല്ലും ബാധിച്ചില്ല. 200 കോടിക്ക് മുകളിൽ നേടി മെർസൽ സൂപ്പർ ഹിറ്റ് അടിച്ചു. ഒരൊറ്റ ഡയലോഗ് പോലും മ്യൂട്ട് ചെയ്യപ്പെടുകയോ സീനുകൾ വെട്ടിമാറ്റപ്പെടുകയോ ചെയ്യാതെ മെർസൽ ഇന്നും യൂട്യൂബിൽ കാണാം. മെർസൽ വിവാദങ്ങളെ ഉശിരോടെ നേരിട്ട വിജയ് ആ സംവിധായകന് വീണ്ടും കൈകൊടുത്തു. 2019 ബിഗിലെത്തിയപ്പോഴും വ്യക്തമായ പൊളിറ്റിക്സ് സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചിത്രം മറ്റൊരു സൂപ്പർ ഹിറ്റായി. അറ്റ്ലി എന്ന സംവിധായകൻ തമിഴ് സിനിമാ ലോകത്തെ പരാജയമറിയാത്ത സംവിധായകനായി വെറും 4 സിനിമകൾ കൊണ്ട് വളർന്നു. കൊമേഴ്ഷ്യൽ സിനിമകളുടെ ശൈലിക്കൊപ്പം അറ്റ്ലി മേക്കിങ്ങും കൂടി ചേർന്നതോടെ ഒരു പുത്തൻ വിപ്ലവത്തിനായിരുന്നു അയാൾ തുടക്കമിട്ടത്. ബിഗിലിന് ശേഷം അറ്റ്ലിയെ കോളിവുഡ് കണ്ടിട്ടില്ല. അയാൾ ബോളിവുഡിലേക്ക് വണ്ടി കയറി. സാക്ഷാൽ കിങ് ഖാനോടൊപ്പമാണ് ആ പേര് പിന്നീട് മുഴങ്ങിക്കേട്ടത്. ബോളിവുഡിൻ്റെ പാരമ്പര്യത്തെ ചേർത്ത് വെച്ച് തമിഴ് ടച്ചിലെത്തിയ ഒരു കിങ് ഖാൻ ചിത്രമായിരുന്നു ജവാൻ. വർഷങ്ങൾക്ക് ശേഷം ഒരു ഷാരൂഖ് ചിത്രം ഇയർ ടോപ്പറായി മാറിയ കാഴ്ച ജവാനിലൂടെ ഇന്ത്യൻ സിനിമാ ലോകം കണ്ടു. സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് അതിനെ അത്ര വലിയൊരു വിജയമാക്കി മാറ്റിയത്. ക്വാളിറ്റി മേക്കിങ്ങിനൊപ്പം അയാൾ കഥ പറഞ്ഞപ്പോൾ ബോളിവുഡിന് അതൊരു പുതിയ കാഴ്ചയായിരുന്നു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും രാഷ്ട്രീയവും പറഞ്ഞ് സിനിമയെ ഹിറ്റടിപ്പിക്കുന്ന അറ്റ്ലി തന്ത്രം ജവാനിലും കാണാം. ഇതെല്ലാം ഉണ്ടെങ്കിലും അയാൾ എന്നും വിമർശനങ്ങൾക്കും ഇരയായിരുന്നു. സിനിമകളെല്ലാം കോപ്പിയടിയാണ്, ജവാൻ മെർസലിൻ്റെ ഹിന്ദി വേർഷനാണ് എന്നിങ്ങനെയെല്ലാം അയാൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ആദ്യ സിനിമയായ രാജാറാണി മുതൽ പരക്കെയുള്ള ഈ അടക്കം പറച്ചിലുകൾ അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോഴും സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് അടിക്കുന്നുമുണ്ട്. അയാളെ മുന്നോട്ടേക്ക് നയിക്കുന്നതും ആ വിജയങ്ങളാണ്. ചെയ്തു വെച്ച ക്രാഫ്റ്റുകളെ മാത്രമല്ല, വംശീയമായി വരെ അയാളെ പലരും ആക്രമിച്ചു. ഷാരൂഖിനോടൊപ്പമുള്ള ഒരു ഫോട്ടോയിൽ താൻ കറുത്ത വസ്ത്രം ധരിച്ചതിനെതിരെ ഒരാൾ കമൻറ്റുമായി എത്തി. നീ എന്തിനാണ് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത്? നിന്നെയൊക്കെ തേടി കണ്ടുപിടിക്കണം എന്നായിരുന്നു അത്. അത്രമേൽ വലുതായിരുന്നു അയാൾക്ക് നേരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ. എന്നാൽ അതിലൊന്നും അറ്റ്ലി തളർന്നിരുന്നില്ല. ഒരു പൊതുവേദിയിൽ ഈ ചിത്രം കാണിച്ചപ്പോൾ ആ കമൻറ്റിലുള്ള മറുപടി അറ്റ്ലി നൽകി. ഇത്തരം കുത്തുവാക്കുകൾ പറയുന്നവർ തന്നെയാണ് തൻ്റെ വിജയത്തിന് കാരണം. കറുപ്പും വെളുപ്പുമെല്ലാം വെറും നിറം മാത്രമാണെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. വാക്കിലൂടെ മാത്രമായിരുന്നില്ല, സിനിമകൾ കൊണ്ട് കൂടിയായിരുന്നു അയാൾ അതിനെല്ലാം മറുപടി നൽകിയത്. അതിനുള്ള അവസാന ഉദാഹരണമായിരുന്നു ജവാൻ. അറ്റ്ലിയുടെ പുതിയ ചിത്രം സൂപ്പർ താരം അല്ലു അർജുനോടൊപ്പമാണ്. പുഷ്പയിലൂടെ അല്ലു നേടിയെടുത്ത പാൻ ഇന്ത്യൻ താരമൂല്യം ഉപയോഗപ്പെടുത്താൻ അറ്റ്ലിയേക്കാൾ മികച്ച കൊമേഴ്ഷ്യൽ സംവിധായകൻ മറ്റാര്? സയൻസ് ഫിക്ഷൻ ഗണത്തിലെത്തുന്ന ചിത്രത്തിൽ അല്ലു 4 വ്യത്യസ്ത കഥാപാത്രങ്ങളായി എത്തുന്നുവെന്ന റിപ്പോർട്ട് ഈയിടെ പുറത്തു വന്നിരുന്നു. മുത്തച്ഛൻ, അച്ഛൻ, മക്കൾ എന്നിങ്ങനെയാണ് ആ വേഷങ്ങളെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ദീപിക പദുക്കോണാണ് സിനിമയിൽ നായികയെത്തുന്നത്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന പ്രഭാസ് ചിത്രം സ്പിരിറ്റിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയതിനെ ചൊല്ലി വിവാദങ്ങൾ നിലനിന്ന സമയത്താണ് അറ്റ്ലി അല്ലു അർജുൻ ചിത്രത്തിൽ താരമെത്തിയത്. സൺ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിലാണ് സിനിമയെത്തുന്നത്. സായി അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നതെന്നാണ് റിപ്പോർട്ട്. സ്പൈഡർമാൻ ഹോം കമ്മിങ്, അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ തുടങ്ങിയ സിനിമകളിൽ വർക്ക് ചെയ്ത ആർട്ട് ഡയറക്ടർ ഹോസെ ഫെർണാണ്ടസ്, അയൺമാനിലും ട്രാൻസ്ഫോമേഴ്സിലുമെല്ലാം വർക്ക് ചെയ്ത VFX സൂപ്പർവൈസർ ജെയിംസ് മാഡിഗൺ, അക്കാഡമി അവാർഡ് നോമിനിയായ ആർട്ടിസ്റ്റിക് ഡയറക്ടർ മൈക്ക് എലിസാൽഡെ, ഓസ്കർ വിന്നർ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ജസ്റ്റിൻ റൊലേയ് തുടങ്ങി നിരവധി വമ്പന്മാരെ അണിനിരത്തിയാണ് ഡ്രീം പ്രൊജക്റ്റ് അയാൾ അനൗൺസ് ചെയ്തത്. അറ്റ്ലിയുടെ കഥയിൽ അവരെല്ലാവരും തന്നെ കൗതുകം കൂറുന്നതും അനൗൺസ്മെന്റ് വീഡിയോയിൽ ലോകം കണ്ടതാണ്. അല്ലു പല VFX ഗിയറുകൾ അണിയുന്നതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. 800 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് പിങ്ക്വില്ലർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിൽ സ്മിത്ത്, ദ റോക്ക് തുടങ്ങിയ താരങ്ങളും സിനിമയുടെ ഭാഗമായേക്കുമെന്ന റൂമറുകളുമുണ്ട്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന വാചകത്തെ അറ്റ്ലി പുത്തൻ സിനിമയിലൂടെ ആളുകൾക്ക് മുന്നിൽ എത്തിക്കുമെന്നാണ് ഇതിൽ നിന്നെല്ലാമുള്ള സ്പെക്കുലേഷനുകൾ. അങ്ങനെ ചിന്തിക്കാനും കാരണമുണ്ട്. അയാൾ വരുന്നത് സാക്ഷാൽ ശങ്കറിൻ്റെ സ്കൂളിൽ നിന്നാണ്. സമീപകാലത്ത് വിമർശനങ്ങളും കളിയാക്കലുകളും ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിലെ വിസ്മയം യന്തിരനെ സൃഷ്ടിച്ച ശങ്കറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അറ്റ്ലി. യന്തിരൻ കൂടാതെ നൻപനിലും അറ്റ്ലി ശങ്കറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അറ്റ്ലി സിനിമകൾ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഇത്രയ്ക്ക് മുന്നിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാലുള്ള ഉത്തരം കൂടിയാണ് ഇത്. വെറും 5 സിനിമകളിലൂടെ പണി അറിയാവുന്ന സംവിധായകൻ എന്ന പേര് അറ്റ്ലി സൃഷ്ടിച്ചിട്ടുണ്ട്. തൻ്റെ നായകന്മാരെ കൊണ്ട് മാത്രമല്ല, ഒരു സീനിൽ വന്നു പോകുന്ന മൈന്യൂട്ട് കഥാപാത്രങ്ങളെ കൊണ്ട് പോലും മാസ് കാണിക്കുന്ന ഡയറക്ടറാണ് അയാൾ. തെരിയിലും മെർസലിലുമെല്ലാം അത് കണ്ടതുമാണ്. ഹ്യൂമൻ ഇമോഷൻസിനെ പ്രേക്ഷകരെ കൊണ്ട് എങ്ങനെ കണക്ട് ചെയ്യിക്കണമെന്നും അയാൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. താരമൂല്യത്തിനപ്പുറം അഭിനയ പ്രാധാന്യം കൂടിയുള്ള കഥാപാത്രങ്ങളും ഓരോ സിനിമയിലും അയാൾ തൻ്റെ നായകന്മാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മെർസലിലെ വെട്രിമാരനും ബിഗിയിലെ രായപ്പനുമെല്ലാം അക്കൂട്ടത്തിലുള്ളവയാണ്. കിങ് ഖാന് ശേഷം സ്റ്റൈലിഷ് നായകനുമായി ഒന്നിക്കുമ്പോൾ അറ്റ്ലി എന്ന സ്റ്റൈലിഷ് മേക്കർ എന്തെല്ലാമായിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക?
ആ ബ്രഹ്മാണ്ഡ സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് തുറന്നു നൽകുന്ന പുത്തൻ സാധ്യതകൾക്കായി കാത്തിരിക്കാം.